മഞ്ഞ് പെയ്തിറങ്ങുന്ന വയനാടിൻ്റെ വീഥികളിലൂടെ ഒരു യാത്ര. അധികമാരും കാണാത്ത മനോഹരമായ കാഴ്ചകൾ. ഇത് ഞങ്ങളുടെ പെസഹ ആഘോഷം. ദുഃഖവെള്ളിയിൽ പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയൊക്കെ അടങ്ങിയ വയനാട്ടിലെ കുറേ വിശേഷങ്ങൾ, എൻ്റെ കുടുംബ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കണ്ടുവെക്കാം. വൈഫ് ഹൗസിലാണ് ഇപ്പം ഇന്ന് അപ്പം മുറിക്കൽ. പുറത്തൊക്കെ നല്ല സൗണ്ട് ഉണ്ട്, എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അകത്തോട്ട് വരും. അപ്പം മുറിക്കലും ചടങ്ങുകളുമാണ്. അപ്പോൾ കണ്ടുവെക്കാം പുതിയ വിശേഷങ്ങളിലോട്ട്. എല്ലാവർക്കും സ്വാഗതം. ഞാനും വൈഫും കൂടിയാണ് ഇപ്പോൾ വയനാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ്. ഞങ്ങൾ ചെന്നിട്ട് വേണം പെസഹ വ്യാഴാഴ്ചത്തെ അപ്പം മുറിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്. വൈഫ് ഹൗസിൽ വെച്ചിട്ടാണ് അപ്പം മുറിക്കലൊക്കെ ഉള്ളത്. അപ്പം നല്ല ബ്ലോക്കും ഉണ്ട് റോട്ടിൽ, ചുരത്തിൽ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പം മുറിക്കേണ്ട പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ട് കണ്ട് തയ്യാറെടുപ്പുകളാണ്. ഈ അപ്പമാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത് കേട്ടോ. പെസഹ വ്യാഴം, യേശുവിൻ്റെ അവസാനത്തെ അത്താഴം നടന്ന രാത്രി. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പാലും അപ്പം മുറിക്കലും ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അപ്പം മുറിക്കലിൻ്റെ ചടങ്ങുകളിലോട്ട് പോവുകയാണ്. അപ്പം ആരും സ്കിപ്പ് ചെയ്യേണ്ട. നല്ല മനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. അവനോടൊപ്പം അപ്പോസ്തലന്മാരും അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വചനം. പെസഹ വ്യാഴം എന്ന് പറഞ്ഞാലേ, യേശു അന്ത്യത്താഴ സമയത്ത് അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകി, വീഞ്ഞ് നൽകി. ഒരു പങ്കുവെക്കലിൻ്റെ ഒരു ആഘോഷമായിരുന്നു പെസഹ വ്യാഴം. അപ്പവും വീഞ്ഞും യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അപ്പം മുറിക്കൽ ചടങ്ങൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ യേശു കാൽ കഴുകുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് സൂചിപ്പിക്കുന്നതേ താൻ എത്ര വലിയവനാണേലും വിനീതനാണ് എന്നുള്ള സൂചനയാണ്. അതായത് നമ്മൾ വിനയത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ കാൽ കഴുകൽ ശുശ്രൂഷയെ കാണുന്നത്. ഈ അപ്പം മുറിക്കലും കാൽ കഴുകൽ ശുശ്രൂഷയും
ഒക്കെ ക്രിസ്തീയ സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ചടങ്ങുകളാണ്. പള്ളികളിൽ രാത്രി നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യേശുവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് പെസഹ വ്യാഴം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വടുവഞ്ചാലിലേക്ക്. എന്ത് മനോഹരമായ റൂട്ടാണ് ഇതെന്നറിയാമോ? ഇപ്പോൾ ഞാനുള്ളത് വടുവഞ്ചാലിലാണ്. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഞാൻ പള്ളിക്കുന്നിൽ നിന്നും വടുവഞ്ചാലിൽ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന റൂട്ട് വെച്ചാൽ കൽപ്പറ്റ വടുവഞ്ചാലാണ്. ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ളത്. വയനാടിൻ്റെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുക്കുന്ന ഏറ്റവും മനോഹരമായ ആ റൂട്ട്, അത് നമുക്ക് കണ്ടു നോക്കാം. ഏറ്റവും മനോഹരമായ, ആരും കാണാത്ത ഒരു പുതിയ കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അടുത്ത യാത്ര തുടരാം. വയനാട്ടിൽ ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏറ്റവും നല്ല റൂട്ടാണ് ഈ റൂട്ട്. അതായത് കൽപ്പറ്റയിൽ നിന്നും വടുവഞ്ചാലിലോട്ടുള്ള റൂട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. മേപ്പാടി വരെ കൃഷിത്തോട്ടങ്ങളാണെങ്കിൽ മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ടേ നല്ല കിടിലൻ തേയിലത്തോട്ടങ്ങളാണ്. ഇതുണ്ടോ, ഇപ്പോഴും മഞ്ഞ് മാറിയിട്ടില്ല. നല്ല മഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരു റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നത് KSRTC ബസ്സിലാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല കിടിലൻ കാഴ്ചകളാണ്. മഞ്ഞ് പെയ്യുന്ന മലമടക്കുകളിലൂടെയുള്ള ആരും കാണാത്ത കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. വീണ്ടും കാഴ്ചകളിലേക്ക് പോകാം. യാത്രയിൽ വയനാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ തേയിലക്കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. വയനാട്ടിൽ മാത്രമല്ല, ഊട്ടി പോയാലും അതുപോലെ തന്നെ മൂന്നാർ പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഈ തേയിലക്കാട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ്. നമ്മുടെ ബസ്സേ വിംസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വന്നിട്ടാണ് പോവുക. അപ്പോൾ ഇതാണ് വിംസ് ഹോസ്പിറ്റൽ. അവിടേക്ക് ഒരുപാട് സ്റ്റാഫുകൾ ഈ ബസ്സിൽ വരുന്നുണ്ട്. ഈ ബസ്സിലല്ല, ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്ന് തിരിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത്. ഈ വിംസ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത് നല്ല കാഴ്ച കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ് ഇങ്ങോട്ടുള്ള യാത്ര. ആരെങ്കിലും ഈ വിംസ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നല്ല മനോഹരമായ ഒരു റൂട്ടാണ്.
മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകളും തേയിലത്തോട്ടങ്ങളും. ഹാവ്, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നേരിട്ട് കാണുക തന്നെ വേണം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരു 3 ഇരട്ടി ഭംഗിയാണ്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയേ ഞാൻ കുറേ കട്ട് ചെയ്തു. പക്ഷേ ഈ ഫ്രെയിമുകളൊന്നും കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നൊരു കാഴ്ച, എന്ത് ഭംഗിയാലേ. ഇത് പുതിയപാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് ഈ പുതിയപാടിയിൽ നിന്നാണ് ബസ് കയറൽ. ഇവിടെ വരെ നമ്മളൊരു 3 കിലോമീറ്റർ വീട്ടിൽ നിന്ന് നടക്കുമായിരുന്നു പണ്ട്. എന്നിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ ബസ് കയറി തുടങ്ങിയത്. ഓരോ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർമ്മയിലേക്കെത്തും. ഞാൻ വന്ന ബസ് ചോലാടി എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാനപ്പോൾ വടുവഞ്ചാലിൽ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. എൻ്റെ വീട് കടൽമാടാണ്, ആ ഒരു ഉൾഗ്രാമമാണ്. അവിടേക്ക് ഇപ്പോൾ ബസ്സൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓട്ടോയിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ചയിൽ പങ്കെടുക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണ് ഇവിടെ കാണുന്നത്. ശരിക്കും കാണുന്നില്ല കേട്ടോ, അത് ദുഃഖ വെള്ളിയാഴ്ച നമസ്കാരമൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചത്തെ കുറച്ച് ചടങ്ങുകളുടെ കാഴ്ചകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി, കടൽമാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. ഇതാണ് എൻ്റെ ഇടവക പള്ളിയും. അപ്പോൾ നമ്മളിനിയും ദുഃഖ വെള്ളിയാഴ്ചത്തെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കാൻ പോകുന്നത്. കണ്ടു നോക്കാം. ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും? ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളരോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ഇപ്പം നടക്കുന്നതേ
സ്ലീബ വന്ദനവ് എന്ന് പറയും. അതായത് കുരിശ് മുത്തുന്ന ഒരു ചടങ്ങാണ്. ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഇതിന് ശേഷമാണ് കബറടക്ക ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെയ്യുക, ചിരട്ട കത്തിച്ചിട്ട് ആ കനലിലോട്ട് കുന്തിരൊക്കെ ഇട്ട് പുകയ്ക്കും. അതിനുശേഷം ആ പള്ളിയുടെ നടയിൽ കുരിശ്, അതായത് യേശുവിൻ്റെ ശരീരം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുരിശ് വെച്ചിട്ടുണ്ടാവും. അതിനെ മുത്തുന്ന ഒരു ചടങ്ങ്. ഇത് ഞാൻ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇത് രണ്ടാമത്തെ പ്രദക്ഷിണമാണ്, ഖബറടക്ക ശുശ്രൂഷകളുടെ ആരംഭം. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് നമുക്കുള്ളത് ദുഃഖവെള്ളിയാഴ്ച. എല്ലാം കഴിഞ്ഞിട്ട് കയ്പുനീരും കുടിച്ചിട്ട് നമ്മൾ കഞ്ഞി കുടിക്കും, പട്ടിണിക്കഞ്ഞി. ആ കഞ്ഞി കുടിച്ചിട്ട് പിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവാണേ. നല്ല ചൂട് കഞ്ഞി, കൂടെ പയറും വാഴക്കയും കൂടി കലർന്ന ഉപ്പേരി, മാങ്ങച്ചാറ്. ഇതാണ് സാധാരണ എല്ലായിടത്തും ഈ കഞ്ഞിയുടെ കൂടെ ഉണ്ടാവുക. നല്ല ടേസ്റ്റായിരിക്കും വിശന്ന് നിന്നിട്ട് ഇത് കഴിക്കാൻ. ഇതെൻ്റെ ചേട്ടനാണ്, സെബാസ്റ്റ്യൻ. അധികം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.